ഷംനേ, എന്തേ ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ലതേ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞ എങ്ങോട്ടോ പോയി. എവിടെ പോയി? ആർക്കറിയാം. എന്തായാലും പെട്ടെന്ന് ഇങ്ങ് വരൂ. ബാലൻ ചേട്ടൻ്റെ കൂട്ടാ അല്ലയോ? നിന്നെ നിപ്പി കാണത്തില്ല. മോള് വന്നായിരുന്നോ? ഇന്നലെ ജെസ്സി പറഞ്ഞു ഷീല ചേച്ചിയുടെ മോള് വന്നെന്ന്. വന്നു. ബാലൻ ചേട്ടനെ നോക്കണ്ടായോ? എന്നാലും വല്ലാത്ത സംഭവമായി പോയി. എന്താ? എന്തു പറ്റി? ഹോ, ഓർക്കാൻ കൂടി വയ്യ. എന്തു പറ്റി ചേച്ചി? ഞാൻ മാങ്കോട്ട് ബസ്സിന് പോവായിരുന്നു. ഞാൻ ബസ്സിൻ്റെ അകത്ത് വെച്ച് ഒരുത്തൻ എന്നെ അങ്ങ് നോട്ടം. ബസ്സിൽ നിന്ന് ഇറങ്ങി ബാലൻ ചേട്ടൻ്റെ കുടുംബ വീട്ടിലോട്ട് പോകുന്ന ഇടപെടി വെച്ച് ആ പന്നൻ എന്നെ കയറി പിടിച്ചു മോളെ. കള്ളോ കഞ്ചാവോ ആയിരുന്നു അവൻ. വല്ലാത്ത നാറ്റമായിരുന്നു. യോ, എന്നിട്ട് ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോൾ ഭാഗ്യത്തിന് മനു ഓടി വന്നു മോളെ. അതുകൊണ്ട് എൻ്റെ മാനം പോയില്ല. അല്ല, ബാലൻ ചേട്ടൻ നോക്കാൻ പിന്നെ എന്തിനാ മോള് വന്നത്? എന്നെ ഉപദ്രവിച്ചാൽ പിന്നെ ബാലൻ ചേട്ടൻ നോക്കിയിരിക്കുമോ? ബാലൻ ചേട്ടൻ അവനോട് ചോദിക്കാൻ പോയതാ. എന്നിട്ട് അവന്മാരെല്ലാരും കൂടി ബാലൻ ചേട്ടൻ്റെ കാല് തല്ലി ഓടിച്ചു. വേണ്ടേ, ഇപ്പൊ വീട്ടിൽ കിടപ്പാ. ബാത്റൂമിൽ പോകണമെങ്കിൽ രണ്ടുപേരും താങ്ങിക്കൊണ്ട് പോകണം. യോ, പാവം ബാലൻ ചേട്ടൻ. പോട്ടെ മോളെ. ചേട്ടാ പുളിയുണ്ടോ? പുളിയുണ്ട്. ചേട്ടാ പാവയ്ക്ക് 1 കിലോ. പാവയ്ക്ക വാങ്ങിക്കുന്ന കൊള്ളാം. രാത്രി ജ്യൂസ് അടിച്ച് തന്നേക്കരുത്. ജ്യൂസ് അടിക്കാനല്ല, തോരൻ വയ്ക്കാൻ. എനിക്ക് കുഴപ്പമില്ല. നീ ആരോടാടി സംസാരിച്ചോണ്ടിരുന്നേ? അത് ഷീലേച്ചിയാ. യോ, നിങ്ങൾ അറിഞ്ഞ സംഭവം? സംഭവം? എന്ത് സംഭവം? ഷീല ചേച്ചിന്റെ ഹസ്ബൻഡ് ഇല്ലേ ബാലൻ ചേട്ടൻ? ബാലൻ ചേട്ടന്റെ കാല് തല്ലി ഒടിച്ചെന്ന്. അയ്യോ, ആര്? ഇപ്പൊ വന്ന് പ്രായമായ പെണ്ണുങ്ങൾക്ക് പോലും വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ചേടാ, ബാലൻ ചേട്ടന്റെ കാലൊടിഞ്ഞതിന് പെണ്ണുങ്ങൾ വഴിക്ക് ഇറങ്ങി നടക്കുന്നതിന് എന്തുവാ കുഴപ്പം? നിങ്ങളോട്ടൊന്നല്ല ബാലൻ ചേട്ടൻ. അങ്ങേരെ ഭാര്യയോട് ഭയങ്കര സ്നേഹ. അതുകൊണ്ട് അങ്ങേർക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. എന്തുവാടി നീ എന്തൊക്കെയാടി ഈ പറയുന്നേ? ഷീല ചേച്ചിനെ ഒരുത്തൻ കയറി പിടിച്ചവനിട്ട് 2 കൊടുക്കാൻ പോയതാ ബാലൻ ചേട്ടൻ. പക്ഷെ അവന്മാരെല്ലാം കൂടെ ബാലൻ ചേട്ടന്റെ കാല് തല്ലി ഒടിച്ചു. കഷ്ടം, പാവം ബാലൻ ചേട്ടൻ. ബാലൻ ചേട്ടൻ എടി, അടിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആരോഗ്യം വേണം. ഈ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവന്മാരെ കാലെ വാരി നിരത്തടിച്ച് റൊട്ടിയുടെ പൊടിയാക്കിയാന്. ഒട്ടും. അതെന്താടി നിനക്കൊരു പുച്ഛം? എടി, ദുബൈയിലുള്ള എന്റെ ഇരട്ടപ്പേരെന്താണെന്ന് നിനക്കറിയോ? ഇന്ത്യൻ റൊട്ടി. നിനക്കൊരു കാര്യം അറിയോ? 6.5 അടി പൊക്കം, 120 കിലോ ഭാരം. പാകിസ്ഥാനിയ അൽ മുഷറഫ് യാക്കൂബ് ഖാൻ ഒരു ദിവസം വന്നിട്ടേ എന്നതാണ് ഇങ്ങനെ ഒരു തോണ്ടല്. വിടുവോ ഞാൻ? പേരളങ്ങോട്ട് മടക്കി തൊണ്ട കുഴിക്ക് ഒരൊറ്റ കുത്തും, കാലെ വാരി നിലത്ത് ഒരൊറ്റ അടി. പുളി എത്ര ഉണ്ട്? പുളുവല്ല, നടന്ന സംഭവം. പുളി 150. ആ പുളി അതെടുത്തു. അപ്പം നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പുളി 150. പുളി 150. അതല്ലെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ എപ്പോഴും സ്വയം പര്യാപ്തരായിരിക്കണം. അതുകൊണ്ട് നീ ജിമ്മിൽ പോണം, കരാട്ടെ ബോക്സിംഗ് ഒക്കെ പഠിക്ക്. അതാകുമ്പോ ആണുങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാമല്ലോ. എന്നാൽ എന്റെ മനുഷ്യ, അല്ല എന്റെ ഇക്ക, നേരത്തെ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? എന്തോന്ന്? അല്ല, ഇന്ത്യൻ കൊട്ടയോ? ഓ, ഇന്ത്യൻ കൊട്ടയല്ല, ഇന്ത്യൻ റൊട്ടി. എടി, ആണുങ്ങൾ തമ്മി കോർത്ത ജയിക്കണം, ഇല്ലെങ്കിൽ എതിരാളിയെ കൊന്നേക്കണം. ഇതാണ് ടാർ മരുഭൂമിയിലെ നിയമം. എന്റെയും അൽ ബഖാബി അൽ ഗുസ്തി. മനസ്സിലായോ? ഇല്ല. വാ, വീട്ടിൽ ചെന്നിട്ട് മനസ്സിലാക്കി തരാം. നടക്കങ്ങോട്ട്. എടാ സുരേഷേ, ആ ബൂറും ബിസ്ക്കറ്റ് എടുത്തടാ. ഞാൻ ഇവിടുന്ന് അവിടെ വന്ന് എടുക്കുന്നതിൽ ബുദ്ധി, അണ്ണൻ അത് അവിടെ നിന്ന് എടുക്കുന്നില്ലയോ? ഇന്നലെ അങ്ങോട്ട് ജോലിക്കെടുത്തതേ ഉള്ളൂ, അവൻ ബുദ്ധി ഉപദേശിച്ചു തുടങ്ങി. നിനക്ക് ശമ്പളം തരുന്നതേ ഈ തല ഈ ബുദ്ധിയാ. നീ എടുത്താടാ അത്. ഇതുപോലൊരു മടിയൻ. ചേട്ടാ, തേങ്ങാമുട്ടായി ഉണ്ടോ? ഇവിടെ തേങ്ങാമുട്ടായി മാങ്ങാമുട്ടായി ഒന്നുമില്ല. തേങ്ങാമുട്ടായി ഉണ്ടോ? ആ ഉണ്ട്. ഇത് ഒരു കവറിന് എത്രയാ? 25 രൂപ. ആ, ഒരെണ്ണം അങ്ങ് എടുത്തോ. എന്നാ ഇത് മൊത്തം വേണ്ട, ഇതിന്ന് ഒരെണ്ണം മതി. ഒരെണ്ണത്തിന് എത്രയാ? 1 രൂപ. ചില്ലറ തരണേ, വലിയ നോട്ടെടുത്ത് മെനക്കെടുത്തരുതേ. ഓ, അയ്യോ,
എന്നാ മോളെ. താങ്ക്സ്. താങ്ക് യു. സുരേഷേ, ഉം? വലിയ കഴപ്പായിരുന്നല്ലോടാ നിനക്ക്. ഞാൻ നിന്നോടൊരു ബിസ്ക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ നിനക്കെന്തൊരു മടിയായിരുന്നു. ഒരു പെങ്കൊച്ചു വന്ന് ചോദിച്ചപ്പോ സൂപ്പർമാൻ്റെ കൂട്ടല്ലായിരുന്നു അവൻ്റെ ഒരു ചാട്ടം. എടാ സുരേഷേ, വേണ്ട അജി വന്നു. രണ്ടുപേരൂടെ ചേർന്ന് ആ ഓക്സൈഡ് എടുത്ത് വണ്ടിയിലോട്ട് വെക്ക്. എന്റെ ഹരിച്ചേട്ടാ ഇങ്ങനെ അങ്ങ് പിശുക്കരുത്. ഒരാളെ കൂടെ പണിക്ക് വെച്ചൂടെ? ഞാൻ ഇങ്ങോട്ട് വന്ന ഉടനെ എന്നെ അങ്ങ് ലോഡിങ്ങുകാരനാക്കും. എന്റെ കയ്യൊന്നും അനക്കാൻ വയ്യ. നാളെ ഞാൻ കാണാട്ടെ. എന്താ നിന്റെ കയ്യനക്കാൻ പറ്റാത്തെ? എന്ത് പറ്റി? ഇന്നലെ മൊത്തം ഇടിയും ബഹളവുമായിരുന്നു. ഇടിയോ? ആരുമായിട്ട്? ഓ ഒന്നും പറയണ്ട. ഹരിച്ചേട്ടാ, അടൂരെ തോമസിന്റെ കമ്പനിയിലേക്ക് ഒരു ലോഡ് ഓക്സൈഡ് അയച്ചേക്കണേ. എന്നാ അഡ്വാൻസ്. നീ ഇതെങ്ങോട്ട് പോവാ? 2 ഷർട്ട് വാങ്ങണം, വീട്ടിൽ പോകണം, 2 എണ്ണം അടിക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. എടാ, എന്നാ ഈ കാശ് കൂടി ബാങ്കിലോട്ട് ഇട്ടേരെ. അക്കൗണ്ട് നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. അവിടെ വരെ പോകുന്ന പെട്രോൾ കാശ് ലാഭിക്കാനില്ലയോ? എന്റെ ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടന്റെ പിശുക്ക് ഈ നാട് മൊത്തം പാട്ടായിപ്പം. വയ്യാത്തോണ്ടല്ലോടാ ഈ പറയുന്നേ. അണ്ണാ, ഒരു കരിക്ക്. ഇത് അവളല്ലയോ? ഇവന്മാരെന്തോ ഇവിടെ പുറകെ? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യുവോ? എന്തായാലും അവന്മാരെന്നെ കുറേ നേരമായിട്ട് ഫോളോ ചെയ്ത് വരുവാ. എന്നെ വണ്ടി കയറ്റി ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഇവന്മാര് നിന്നെ കുറെ നേരമായിട്ട് ഫോളോ ചെയ്യുന്നു. ഞാൻ അവിടുന്ന് ശ്രദ്ധിക്കുക. പട്ടാപ്പകൽ ഈ നാട്ടിലൊരു പെങ്കൊച്ചിന് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്നോ? ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. ഇവന്മാരെ ഞാൻ ഇപ്പം ശരിയാക്കില്ല. ഈ വണ്ടി ഒന്ന് നോക്കിക്കോണേ. എന്റെ വണ്ടി ഈ വർക്കൗട്ടെല്ലാം കൂടെ ചെയ്തിട്ട് വീട്ടിലോട്ട് ചെന്ന് വീട്ടിലെ പണി കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഊപ്പാട് വരും. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഐസ് ഇടാത്ത മീനാന്നും പറഞ്ഞ് ഫ്രിഡ്ജ് നിറയെ ഒരു കൊട്ട മീൻ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മൊത്തം പഴുത്തിരിക്കുമായിരുന്നു. എന്ത് പറ്റി? തൃക്കുന്നപ്പുഴയെന്ന് വള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഐസിടാത്ത മീനും വാങ്ങിക്കൊണ്ട് നാട് മുഴുവൻ കറങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മീൻ മുഴുവൻ പഴുത്തുപോയി. എന്ത് മീനായിരുന്നു? മത്തി, അയലയും ചൂരയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വാരി കളഞ്ഞത്. ഫ്രിഡ്ജ് മുഴുവൻ വൃത്തിയേടായി. ഇനി ഞാൻ ചെന്നിട്ട് വേണം വീണ്ടും ക്ലീൻ ചെയ്യാൻ. അങ്ങാർക്കാണെങ്കിൽ മീൻ ഇല്ലാതെ ചോറ് ഇറങ്ങത്തുമില്ല. ജിബ്രാന് പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ ആക്രാന്താ. ഇന്ന് പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബീഫും വാങ്ങി വേണം പോവാൻ. ബീഫ് ഒരുപാട് തിന്നാൽ കൊളസ്ട്രോൾ ആണേ. ഞാൻ അങ്ങനെയൊന്നും കൊടുക്കില്ല. എന്നാലും വല്ലപ്പോഴും വാങ്ങിയില്ലെങ്കിൽ വല്ല ഹോട്ടലും പോയി തിന്നു കളയും. പുള്ളിയോട് വന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ. വല്ലാതെ വയറി ആടുന്നുണ്ടേ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഭയങ്കര മടിയാ. ഷോപ്പിൽ നിന്ന് വന്നാൽ മൊബൈൽ നോക്കി ഒറ്റ കിടപ്പാ. അടുക്കളയിൽ വന്നൊന്ന് സഹായിക്കത്ത് പോലുമില്ല. എൻ്റെ ഹസ്ബൻഡിനെ കണ്ടോ? ഇപ്പോഴും കണ്ട ദുൽഖറിനെ പോലെ ഇരിക്കുക. എന്നും വർക്കൗട്ട് ചെയ്യും. ആരുടെ കൂട്ട്? ദുൽഖറിൻ്റെ കൂട്ട്. ദുൽഖറിന്റെ കൂട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. മനുഷ്യനായ ഇത്ര കുശുമ്പ് പാടില്ല ഷംനെ. ഞാനങ്ങ് തൊഴുത് നിന്നെ. നീ എന്നോട് പറഞ്ഞതിരിക്കട്ടെ. നീ ഇത് ചെന്ന് വേറെ ആരോടും പറഞ്ഞേക്കരുതേ. ഓ
ഏത് നാശം വണ്ടി ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നേ. പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനാണ് അധ്യാപകരുടെ പ്രദേശവാസികളുടെ എല്ലാം എടോ ഇതിന്റെ ഫലമായി ഒരു വീട് വെച്ച് നൽകുകയാണ്. എടോ ആരില്ലേ ഇതിനകത്ത്? എന്താ തനിക്കെന്താ ചെവി കേട്ടൂടെ? വണ്ടി എടുത്ത് മാറ്റടോ. എടോ 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 തനിക്ക് ചെവി കേൾക്കത്തില്ലേ? ഓ നാശം പിടിക്കാൻ ഇവക്ക് ഇതെന്താ എന്റെ സോക്കേടാ. എടാ പൊട്ട വണ്ടി എടുത്ത് മാറ്റടാ, എനിക്ക് വീട്ടിൽ കയറണം. പൊട്ടൻ നിന്റെ തന്തയടി. എന്റെ തന്തയ്ക്ക് പറയുന്നോടാ പട്ടി. പറയൂടി നിന്റെ നിന്റെ തന്തയടി പൊട്ടൻ. ചുണ ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ ഇങ്ങോട്ട്. നീ പറയുമ്പോ താഴോട്ടിറങ്ങി വരാൻ ഞാനാരാ? നിന്റെ കെട്ടിയാനോ? ഒന്ന് പോടി. എടി പൊടിന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ ഓടിയായിരുന്നു. പ്രീതിയെ എന്നതാ ഇവിടെ കച്ചറ? എന്തുവാ മോളെ പ്രശ്നം? ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ഇയാള് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് നോക്ക്. എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുൻപില് ഞാൻ എങ്ങനെ വീട്ടിൽ കയറും? വണ്ടി മാറ്റിയിടാൻ പറഞ്ഞാൽ ഇയാൾ എന്റെ അച്ഛനെ വരെ ചീത്ത വിളിച്ചു. എടേ അനിയ, ഒരു പെങ്കൊച്ചല്ലടാ ഇത്, മാന്യമായിട്ടൊക്കെ സംസാരിക്കടാ. ഇതാണാ പെങ്കൊച്ച്? ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ? കൂടുതൽ എന്നെ സംസാരിക്കാതെ ഇവനോട് വണ്ടി മാറ്റിയിടാൻ പറ ജിബ്രാനിക്ക. രാവിലെ ലോറിയും കൊണ്ട് ഈ നാട്ടിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കാണല്ലടാ. വണ്ടി മാറ്റിയിടാ. ഇല്ലെങ്കിൽ നിനക്കെന്റെ സ്വഭാവം അറിയത്തില്ല. മാറുമോളെ. അണ്ണാ, വണ്ടിയുടെ ഡീസൽ തീർന്നു കിടക്കുക. കന്നാസും കൊണ്ട് ആള് പോയിട്ടുണ്ട്. വന്നാ ഉടനെ ഞാൻ മാറ്റിയിട്ട് തരാം. ധൃതിയാണെങ്കിൽ നിങ്ങളൊന്ന് കൈവയ്ക്ക്, നിങ്ങളൊന്ന് തള്ളിത്താ, ഞാനതങ്ങോട്ട് മാറ്റിയിട്ട് തരാം. ധൃതിയൊന്നുമില്ല, ഡീസലൊക്കെ കൊണ്ടുവന്നിട്ട് സാവകാശം മാറ്റിയിട്ടാ മതി. അല്ലേ പ്രീതി? മതി. എന്റെ ഭാസ്കരൻ ചേട്ടാ, പാലൊഴിക്കാത്തൊരു ചായ എന്നല്ലേ ഞാൻ പറഞ്ഞത്? ചായക്കകത്ത് പിന്നെ പാലല്ലാതെ കള്ളൊഴിക്കാൻ പറ്റുമോ? മധുരമില്ലാത്തൊരു കട്ടൻ എന്നാ ഞാൻ പറഞ്ഞത്. ഇനി പഞ്ചാരയും കൂടെ വാരി ഇട്ടോ അതിനകത്ത്? ഇല്ല, മധുരം ഇട്ടിട്ടില്ല. അതേതായാലും ഇടത്തില്ലല്ലോ. അപ്പൊ ഇത് വേണ്ടേ? ഏതായാലും എടുത്തതല്ലേ, കൊണ്ടുവാ. കഴിക്കാൻ എന്തോ ഉള്ളേ? പൊറോട്ട, ദോശ, ഇഡ്ഡലി. ഭാസ്കരടാ, എനിക്ക് 2 പൊറോട്ട, ഒരു ഹോർലിക്സ് കൂടി. എനിക്കും 2 പൊറോട്ട. പൊറോട്ടയ്ക്ക് എന്താ കറി വേണ്ടത്? എനിക്കൊരു ബീഫ് ഫ്രൈ. എനിക്കും ഒരു ബീഫ് ഫ്രൈ. ഓ എന്തുവാടേ, മുട്ടയെന്ന് വിരിഞ്ഞില്ലയോ? ഇപ്പോഴും ഹോർലിക്സും പാലും പാമ്പേഴ്സും. കഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമല്ല ചേട്ടാ. പാലോ ഹോർലിക്സോ, ചേട്ടനെന്താ? ഇവനൊരു അഹങ്കാരിയാണല്ലോ. അതെ, ബീഫ് കറി ഒന്നേ ഉള്ളൂ. ഒരാൾക്ക് മുട്ടക്കറി എടുക്കട്ടെ. മുട്ടക്കറി അവിടെ കൊടു, ബീഫ് ഫ്രൈ എനിക്ക് വേണം. അല്ലേ, അതെന്തൊരു ന്യായം? ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത്. എനിക്ക് വേണം ബീഫ് ഫ്രൈ. മുട്ടക്കറി മുട്ടയെന്ന് വിരിയാത്തവന് കൊടുത്താൽ മതി. ഇത് ഞാൻ എടുത്ത് ചേട്ടൻ മുട്ടക്കറി കൂട്ടി കഴി. ആണ്ടേ, ഒരുമാതിരി ഊമ്പിത്തരം കാണിക്കരുത്. ഇങ്ങോട്ട് നീക്കി വെക്കടാ. ഇതിപ്പോഴേ എനിക്ക് മാത്രമേ തിന്നാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ നീയും തിന്നണ്ടടാ. പട്ടി ഒന്ന് അടങ്ങിയിരിക്കാൻ. എന്റെ ബീഫിനകത്ത് നീ ഇന്ന് നിന്നെ റൊട്ടിയാക്കോടാ ഞാൻ. എടാ പട്ടി. എന്തേലും ആട്ടെ, ഞാൻ പോവാ. നിനക്ക് ബീഫ് ഫ്രൈ വേണമല്ലേ? ആഹാ, എന്നോടോ? പോടാ 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 പോടാ.
പാല് കുടിക്കുന്നവനെ കുപ്പിച്ചില്ലാത്ത വഴി നോക്കി ഓറ. നീ കണ്ടത്തിന്റെ വരമ്പും നിന്റെ കുട്ടിയുടെ വരമ്പും ഞാൻ ഒന്നാക്കോടാ. നോക്കേടി, അത് ആരാടിയാ കിടക്കുന്നേ? നീ വന്നോണ്ടാ, ഇല്ലെങ്കിൽ ഇടിച്ചവനെ ഞാൻ റൊട്ടിയാക്കിയനെ. ആണുങ്ങൾ തമ്മിൽ കോർത്ത ജയിക്കും, ഇല്ലെങ്കിൽ എതിരാളിയെ കൊന്നേക്കണം. ഇതാണ് ടാർ മരുഭൂമിയിലെ നിയമം. എന്റെയും